ഈ പ്ലാനിങ് ബേബി ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ്. ഇതിന് ആക്ച്വലി പറഞ്ഞാൽ കുറേ പ്രിപ്പറേഷൻ്റെ ആവശ്യമുണ്ട്. കഴിഞ്ഞ തലമുറയിലൊക്കെ ഒരു നാച്ചുറൽ പ്രോസസ്സായിട്ട് കല്യാണം കഴിയുന്നു, നെക്സ്റ്റ് മന്ത് വിശേഷമില്ലേന്ന് ചോദിക്കുന്നു, വിശേഷം വരുന്നു. അപ്പോൾ ഹസ്ബൻഡ് കുറേ കാഴ്ചപ്പാടുകൾ ഉണ്ടാകാം, വൈഫിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ടാകാം. അപ്പോൾ ഇത് രണ്ടും സിങ്ക് ആക്കാനുള്ളൊരു വേദിയൊക്കെ നമ്മൾ സെറ്റപ്പ് ആക്കി ഇവർ തമ്മിലുള്ള കാഴ്ചപ്പാടുകളിൽ തമ്മിലൊക്കെ ഒരു സിങ്കായി കഴിഞ്ഞിട്ട് ഒരു ബേബീനെ പ്ലാൻ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ ഡോക്ടർ സ്മിതി സനൽ ജോർജ്, JMP മെഡിക്കൽ സെൻ്ററിലെ ചീഫ് ഗൈനക്കോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. കഴിഞ്ഞ 30 വർഷമായി ഗൈനക്കോളജിയിൽ പല ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത് ഏകദേശം 20,000 ഡെലിവറി എടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഈ പ്ലാനിങ് ബേബി ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ്. എപ്പോഴും ഒരു പുതിയ കുഞ്ഞ് വരുന്നു, ഒരു ന്യൂ ലൈഫ് വരുന്നു. ഇതിന് ആക്ച്വലി പറഞ്ഞാൽ കുറേ പ്രിപ്പറേഷൻ്റെ ആവശ്യമുണ്ട്. ഒരു കഴിഞ്ഞ തലമുറയിലൊക്കെ ഒരു നാച്ചുറൽ പ്രോസസ്സായിട്ട് കല്യാണം കഴിയുന്നു, നെക്സ്റ്റ് മന്ത് വിശേഷമില്ലേന്ന് ചോദിക്കുന്നു, വിശേഷം വരുന്നു, അങ്ങനെയായിരുന്നു. പക്ഷെ ഇന്ന് ഒത്തിരി മാറ്റങ്ങൾ വന്നു. പെൺകുട്ടികൾ ജോലിക്ക് പോകുന്നു, അവരും ഈക്വലി ചാലഞ്ചിങ് ആയിട്ടുള്ള ജോബിലാണ് നിൽക്കുന്നത്. പിന്നെ ന്യൂക്ലിയർ ഫാമിലിയാണ്. അപ്പോൾ ഈ കുട്ടീനെ നോക്കാനുള്ളൊരു സപ്പോർട്ട് സിസ്റ്റം. അതേമാതിരി തന്നെ ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ള ഒരു ഇമോഷണൽ കണക്റ്റ്, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് പലപ്പോഴും ഈ രണ്ട് വ്യക്തികൾ രണ്ട് ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് വാല്യൂ സിസ്റ്റത്തിൽ വളർന്നു വന്ന വ്യക്തികളാണ്. അപ്പോൾ ഹസ്ബൻഡ് കുറേ കാഴ്ചപ്പാടുകൾ ഉണ്ടാകാം, വൈഫിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ടാകാം. ഇതിൽ ചിലപ്പോൾ എല്ലാ കാഴ്ചപ്പാടുകളും നമ്മുടെ കാഴ്ചപ്പാടുകൾ ശരിയാകണം നിർബന്ധമില്ല. അതിലൊരു 80% കറക്റ്റ് ആയിരിക്കാം, പക്ഷേ 20% റോങ് ആകാനുള്ള സാധ്യതയുണ്ട്. ബിക്കോസ് നമ്മുടെ കാഴ്ചപ്പാട് വന്നത് നമ്മുടെ പാരൻസിൽ നിന്നാണ്. ഈ പാരൻസും എല്ലാവരും പെർഫെക്റ്റ് ഒന്നുമല്ല. അപ്പോൾ ദർ ഇസ് നോ പെർഫെക്റ്റ് പാരൻസ്, ദർ ഇസ് നോ പെർഫെക്റ്റ് ഫാമിലി എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും സിങ്ക് ആക്കാനുള്ളൊരു വേദിയൊക്കെ നമ്മൾ സെറ്റപ്പ് ആക്കി ഇവർ തമ്മിലുള്ള കാഴ്ചപ്പാടുകളിൽ തമ്മിലൊക്കെ ഒരു സിങ്കായി കഴിഞ്ഞിട്ട് ഒരു ബേബീനെ പ്ലാൻ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ബിക്കോസ് ഡിഫറൻസസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടാകുക എന്നുള്ളത് കോമൺ ആയിട്ടുള്ള സംഗതിയാണ്. പക്ഷെ അത് സോർട്ടഡ് ആയിട്ട് നമ്മളൊരു ബേബിയിലേക്ക് പോയില്ലെങ്കിൽ പലപ്പോഴും ഈ ബേബി ആയിരിക്കും ഇതിൻ്റെ ഒരു വിക്റ്റിം ഓഫ് ലോട്ട് ഓഫ് കോൺഫ്ലിക്ട്സ്. അപ്പോൾ ഈ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷനൊക്കെ ഒരു മെത്തേഡ് ഉണ്ടാക്കുകയും ആ മെത്തേഡ് കുറച്ച് നാൾ നമ്മൾ പരീക്ഷിച്ച് എക്സ്പീരിയൻസ് ചെയ്ത് കോൺഫ്ലിക്ട്സിനെ ഔട്ട്ലിവ് ചെയ്തിട്ടായിരിക്കും നമുക്കൊരു ബേബി വരാനുള്ള പോസിബിലിറ്റി. അപ്പോൾ ആ ഒരു കാലഘട്ടം വരെ നമ്മൾ മെൻ്റലി ഫിസിക്കലി പ്രിപ്പയർ ചെയ്തിട്ട് വേണം ഒരു ബേബിയുടെ ഇതിലേക്ക് പോകുന്നത്. അതേമാതിരി ഫിസിക്കലായിട്ടും കുറേ കാര്യങ്ങളുണ്ട്. ഫിസിക്കലായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എഗെയിൻ നമ്മുടെ ബോഡി വെയിറ്റ് ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഇന്ന് പലർക്കും തോന്നുന്നു ഒരു 30 to 40% ആൾക്കാർ ഓവർ വെയ്റ്റ് ആണ്. അതേമാതിരി 30% ആൾക്കാർ ഒബീസാണ്. അപ്പോൾ ഇത് ബോഡി മാസ് ഇൻഡെക്സ് എന്നൊക്കെ നമ്മൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഹൈറ്റ് ഫോർ വെയ്റ്റ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് നമ്മുടെ ഹൈറ്റ് ഇൻ സെൻറ്റിമീറ്റേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ 165 സെൻറ്റിമീറ്റേഴ്സ് ഹൈറ്റ് ആണെങ്കിൽ നമ്മുടെ കറക്റ്റ് ബോഡി വെയ്റ്റ് 65 കിലോസാണ്. അപ്പോൾ ഒരു 10-20 കിലോ ഓവർ വെയ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ബോഡി വെയ്റ്റ് ലൂസിങ് പ്രോഗ്രാമിലൊക്കെ ചെന്ന് ഒരു 5-10 കിലോസ് ലൂസ് ചെയ്തിട്ട് പ്രഗ്നൻസി ആകുന്നതാണ് എപ്പോഴും നല്ലത്. ഇതേമാതിരി ഈ മെയിൽ പാർട്ട്ണറിൻ്റെ സ്പേം ക്വാളിറ്റിയിലൊക്കെ വ്യത്യാസം വരുന്ന പല കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ സ്ട്രെസ്സ് ഏറ്റവും കൂടുതൽ ക്വാളിറ്റി ഓഫ് സ്പേംസിനെ എഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് പ്ലാനിങ് ബേബിയുടെ സമയത്ത് നമുക്കൊരു സെമൻ അനാലിസിസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ക്വാളിറ്റി ഓഫ് സ്പേംസ് എങ്ങനെയുണ്ട്. അപ്പോൾ ഈ ക്വാളിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ ചലനശേഷി, മോട്ടിലിറ്റി, അതിൻ്റെ സ്ട്രക്ചർ, ഇതൊക്കെ മൈക്രോസ്കോപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ അവർ കറക്റ്റായിട്ട് റിപ്പോർട്ട് ചെയ്യും. അപ്പോൾ അതൊക്കെ നോർമൽ ആണെങ്കിൽ ഓക്കെയാണ്. നോർമൽ അല്ലെങ്കിൽ നമ്മളതിനെയൊക്കെ കറക്റ്റ് ചെയ്യാനുള്ള മെത്തേഡ്സ് യൂസ് ചെയ്ത് കറക്റ്റ് ചെയ്തിട്ട് പ്രഗ്നൻസിയിലേക്ക് പോകുന്നതാണ് നല്ലത്. ബിക്കോസ് എബ്നോർമൽ സ്പേംസ് ഉണ്ടാകുമ്പോൾ നമുക്ക് മിസ്കാരേജ് വരാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. ഇപ്പം നാച്ചുറലി നമ്മൾ കൺസീവ് ചെയ്തു, അത് കഴിഞ്ഞൊരു മിസ്കാരേജ് വരുമ്പോൾ നാച്ചുറലി അതൊരു ഭയങ്കര ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ആയിട്ട് മാറാം. അപ്പോൾ മെയിൽ പാർട്ട്ണറും ഫീമെയിൽ പാർട്ട്ണറും ഫിസിക്കലിയും മെൻ്റലിയും ഇമോഷണലിയും എല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് വേണം ഒരു ബേബിയിലേക്ക് എത്തണം. അതിനെയാണ് നമ്മൾ പ്ലാൻഡ് പാരൻറ്റ്ഹുഡ് എന്ന് പറയുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഗതിയാണ്. അത് നമ്മുടെ കേരളത്തിലെ ആൾക്കാർ ഇനിയും അതിലേക്ക് എത്തുന്നേ ഉള്ളൂ. ബിക്കോസ് നമ്മുടെ യൂഷ്വൽ കോൺസെപ്റ്റ് എന്താ, കല്യാണം കഴിഞ്ഞു 2 മാസത്തിനുള്ളിൽ കൺസീവ് ചെയ്തു. അങ്ങനെയല്ല, മെൻ്റലിയും ഫിസിക്കലിയും എല്ലാ രീതിയിലും പ്രിപ്പയർ ചെയ്തിട്ട് വേണം ഒരു ബേബീനെ അല്ലെങ്കിൽ ഒരു ന്യൂ ലൈഫ് നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിക്കാൻ. താങ്ക് യു.